അപ്പോൾ അതിനുള്ള സോസേജ്, സലാഡ് നിങ്ങൾ അത് നോക്കട്ടെ. ഓക്കെ, ഉണ്ടാക്കാൻ പോകുന്നത് സോസേജ് ഫ്രൈ. അത് കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൊരു ഫ്രൈ. അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസാണ്. വേപ്പലുണ്ട്, കുറച്ച് വേപ്പല, അതേപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, മല്ലിയില, 2 സവോള, പിന്നെ പൊടി ഐറ്റംസ് ഉണ്ട്. അത് ഞാനത് മിക്സ് ചെയ്യുമ്പോൾ പറയാം. ഇപ്പോൾ അതേ കുരുമുളക് ഇട്ടിട്ടൊക്കെ ചെയ്യാനുള്ള സോസേജാണ്. അതിൽ ഞാൻ അരിയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഷാജ്മഹൽ തൃശ്ശൂർ ബൈറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സോസേജ് അരിയാൻ പോകുന്നു. അത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു കുറേ ഇങ്ങനെ എടുത്തിട്ട് 2 ട്രിപ്പിൽ ചെയ്യാൻ പറ്റും. ഇങ്ങനെ വയ്ക്കും. ഇത് നീളം ചെറുതാക്കി ഓരോന്നോരോന്ന് തരേണ്ട ആവശ്യമില്ല. ഓക്കെ, സോസേജൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ കേസാണ്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ആണ് എടുത്തത്. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, സ്വല്പം മല്ലിപ്പൊടി, കുറച്ച് കുത്തുമുളക്, പിന്നെ കുറച്ച് കാശ്മീരി മുളക്, സ്വല്പം എരിവിന് വേണ്ടി മറ്റേ മുളക് ഇടാം. അപ്പോൾ കൂടെ നന്നായി തിരുമ്മി എല്ലാം മസാലയിൽ ചേർക്കുക. അതാ അങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് കഴുകി പരിപാടി. നല്ല ടേസ്റ്റായിട്ട് അത് ലാസ്റ്റൊക്കെ മുരിഞ്ഞ് അങ്ങോട്ട് വരുമ്പോൾ സ്വല്പം മസാലപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുരുമുളക് പൊടിയല്ല, കുരുമുളക് ഇങ്ങനെ ഈ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, പൊടിയല്ല, അതൊന്നിട്ട് വിതറി കൊടുക്കുക. അല്ലാണ്ട് മൂത്തങ്ങോട്ട് വരുന്ന സമയം. എന്നിട്ട് അത് കഴിഞ്ഞാൽ സവോള ഒന്നും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ മീനൊന്ന് വിതറി കൊടുക്കുക. അതേപോലെ തന്നെ അത് മല്ലിയില, സൂപ്പർ ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ 1.5 സോസേജ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1.5 സോസേജ് അരിഞ്ഞ് ഇനി അതിലേക്കുള്ള നമുക്ക് ചെയ്യാൻ പറ്റും 4 പച്ചമുളക്. ഏറ്റവും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കേസത് 4 പച്ചമുളക് കൊടുത്ത് നടു കീറുക, അത് അതിനകത്ത് മുറിക്കുക, അതിനകത്ത് മുറിക്കുക. ഇങ്ങനെ ചെറുതാണ്, അതുകൊണ്ട് നടു കീറുക, അതിനകത്ത് മുറിക്കുക. ഓക്കെ, പച്ചമുളക് റെഡി. വേപ്പല ആവശ്യത്തിന് വേപ്പല. ഈ മല്ലിയില എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് വയ്ക്കും. എനിക്ക് ചെയ്യുന്നത് സവാളയാണ്, 2 സവാള. ശരിക്കും 1.5 സവാള ഉള്ളത്. അപ്പോൾ ചെറുതായിട്ട് കീഴുണ്ട് സവാളയ്ക്ക്. അപ്പോൾ പകുതി കളഞ്ഞു സവാള ഇങ്ങനെ നൈസായിട്ട് ചെറുതാക്കി വയ്ക്കും. കുറച്ച് മൂർച്ച കുറവാണ്. ഓക്കെ, ഇപ്പോൾ സവാള റെഡിയായി. ഇതൊക്കെ ഐറ്റംസ് റെഡിയായി. ഇനി നമുക്ക് ഇത് മസാല ചേർക്കാം. ഇതുകൂടി ഈ നമ്മുടെ മല്ലിയിലും കൂടി തരില്ല. പിന്നെ അരിയിൽ കഴിക്കും നമ്മളിതിൽ നമ്മുടെ ഈ പാത്രത്തിൽ. ഓക്കെ, അങ്ങനെ ഇതിൽ മസാല കൂട്ടാൻ പോകുന്നുണ്ട്. ഇത് ചട്ടിയിൽ ഈ 1.5 പാക്കറ്റ് സോസേജ് ഇടാൻ. ഓക്കെ, അതിലേക്ക് നമുക്ക് ഈ മസാലകൾ ചേർക്കാം. ഒരു 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണ് നല്ല കുത്തുമുളക്, കാശ്മീരി മുളകും പിന്നെ രണ്ടും കൂടി മിക്സ് ചെയ്താണ്. അതൊരു 1 സ്പൂണ്, ഒരു കുറച്ചും കൂടി ഇടാം പൊടി. ഓക്കെ, മല്ലിപ്പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി, കുരുമുളകിൻ്റെ പൊടി കുറച്ച്, പിന്നെ കുറച്ച് ഉപയോഗിക്കേണ്ടത് ലാസ്റ്റ് ഉപയോഗിക്കേണ്ടതാണ്. കുറച്ചിട്ടാണ് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ. ആവശ്യത്തിന് പാകത്തിന് ഉപ്പ്. ഓക്കെ,
ഇട്ടിട്ട് പിന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ മിക്സ് ചെയ്തിട്ട് അതിലൊരു ഒരു 5 മിനിറ്റ് അതൊന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോഴേക്കും നമ്മൾ ഒരു സവാള ഉണ്ട്, ഇതൊക്കെ ഒന്ന് വാട്ടിയിട്ട് വരാം. ഓക്കെ, നമ്മുടെ ഇത് പാത്രം ചൂടായിട്ടുണ്ട്. കുറച്ച് വെച്ച് വയ്ക്കുക. നമ്മുടെ സവാള വട്ടണം. കുറച്ച് സവാള വട്ടണം. ബാക്കി അതിൽ മീതുണ്ടോ ഈ സവാള വെച്ചമുളക് വേക്കല മതി. ഒന്ന് വാങ്ങി വെക്കാം. നമുക്കൊന്ന് വാങ്ങി കൊണ്ടുവരാം. ഓക്കെ, ഒന്ന് തീ വയ്ക്കാം. അപ്പോൾ അത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ചീഞ്ചട്ടിയിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക. വെളിച്ചെണ്ണ കൂടി വെച്ചിട്ട് നമ്മുടെ ഇത് സോസേജ് ഇടുക. കുറച്ച് സോസേജ് ഇട്ട് ഓക്കെ, സോസേജ് ഇട്ടിട്ട് നന്നായി ഒന്ന് ആ എണ്ണയിലൊന്ന് മിക്സ് ചെയ്യുക. നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചില്ല കേട്ടോ, ശുദ്ധമായ നല്ലൊരു വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതിനൊന്ന് ഇതായതിൻ്റെ ശേഷം തീ ഒന്ന് കുറച്ച് കൂട്ടി വയ്ക്കാം. ഒന്ന് ഇതായതിന് ശേഷം അതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ നന്നായിട്ട് വേവും. അതിന് ശേഷം ഒന്ന് മൊരിക്കാം. നമുക്ക് ചെറുതായിട്ട് ഒരു സലാഡ് പോലെ ഉണ്ടാക്കാനായിട്ട് സോസേജിൻ്റെ മുകളിലേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം 2 കക്കരിക്കൾ ഇവിടെ പറയാം ഈ സാധനം ഒക്കെ എടുത്തിട്ട് ഏത് ഷേപ്പിലാണ് നമുക്ക് അരിഞ്ഞ് വയ്ക്കാം. ചെറുതാക്കി അരിഞ്ഞിട്ട് പ്ലേറ്റ് ഇടുക. ഇവിടുത്തെ കക്കരിക്ക വ്യത്യാസമുണ്ട്. അപ്പോൾ ക്വാളിറ്റി നാട്ടിലത്തെ ഭയങ്കര തടി കൂടുതലാണ്. ഇവിടെ നൈസാണ്, നല്ല ടേസ്റ്റായ സാധനം, നല്ല ഗുണമുള്ള സാധനം. കഴിഞ്ഞ് നമ്മുടെ ചെറുനാരങ്ങ അതൊന്ന് 2 പീസ് വെളിച്ചെടുക്കാൻ നീര് ഒഴിക്കുക. 2 പീസ് നീര് ഒഴിക്കുക. 2 പീസ് അതിൽ ഇട്ട് ഒഴിക്കുക. ഓക്കെ, 2 പീസ് കൂടെ കഴിഞ്ഞിട്ട് ഇതിലോട്ട് പൊട്ടി പോകും. മിക്സ് ചെയ്തിട്ട് ഇത് വൈകിട്ടുള്ള സലാഡ്. ഓക്കെ, നായും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. സോസ് നായും പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, നല്ല ടേസ്റ്റായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സവോള വഴറ്റിയത് ഒന്ന് മിക്സ് ചെയ്യണം. ഓക്കെ, സവോള വഴറ്റി മിക്സ് ചെയ്യുക. ഇതിലേക്ക് തന്നെ ലാസ്റ്റ് ചെയ്യണത് കുറച്ച് കുരുമുളക് വിതറുക. കുരുമുളക് കുരുമുളകിൻ്റെ വിതറി കഴിഞ്ഞാൽ സൂപ്പർ സാധനമായി. ചോറിലേക്ക് അത് മതി, എന്ത് സാധനത്തിലേക്ക് ഇത് മതി. പൊറോട്ടയിലേക്കോ ചപ്പാത്തിയിലേക്കോ അതൊക്കെ മതി. ഓക്കെ, ഇതിലേക്ക് നമ്മളെ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഒന്നിങ്ങനെ വിതറുക. മല്ലിയില ഓക്കെ. അപ്പോൾ നമ്മുടെ സോസേജ് റോസ്റ്റ് റെഡിയായി. അപ്പോൾ അതിനുള്ള സോസേജ് സലാഡ് നിങ്ങൾ അത് നോക്കട്ടെ. ഓക്കെ.